ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം നമ്മുടെ കളമശ്ശേരി സയൻസ് പാർക്ക് ഉണ്ടല്ലോ, ചിൽഡ്രൻസ് പാർക്ക്. അപ്പോൾ അവിടേക്ക് വന്നിട്ടുള്ള സമയത്തെ വീഡിയോ ഉണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു, ഉമ്മമാരുണ്ടായിരുന്നു, നാത്തൂൻ, ഇത്താത്ത, മക്കള് എല്ലാവരും കൂടി ഞങ്ങൾ ഒരു ഔട്ടിങ് എന്ന രീതിക്ക് രാത്രി ഇറങ്ങിയതാണ് കേട്ടോ. പിള്ളേർക്ക് ആ വെക്കേഷൻ്റെ ഒക്കെ ഒരു ടൈമായിരുന്നു. അപ്പോൾ വീട്ടിൽ ഇരുന്ന് എല്ലാണോ ചടച്ചു പോകണ്ട എന്നും കരുതിക്കൊണ്ട് രാത്രി ജസ്റ്റ് കറങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്കും ഒന്ന് റിലാക്സ് ആവാം എന്നൊക്കെ വെച്ചിട്ട് പോയൊരു സമയമുണ്ട്. അപ്പോൾ എനിക്കും കുറച്ച് റിഫ്രഷ്മെൻ്റ് ആവശ്യമായിട്ടുള്ളൊരു സമയമായിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങി. അപ്പോൾ ഉമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് മീറ്റ് മൈ സിസ്റ്റർ. ആളങ്ങനെ എൻ്റെ വീഡിയോകളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല, കാരണം ആളെപ്പോഴും സ്ഥായി ഭാവം ടെററായിട്ട് ഇങ്ങനെ ഇരിക്കലേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ അവളെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു കല്യാണത്തിന് മുന്നേ ഒരു 2 പ്രാവശ്യം വന്നിട്ടുള്ളതല്ലാതെ പിന്നെ അങ്ങനെ വന്നിട്ടില്ല. ഒരു പ്രാവശ്യം മാത്രമേ ഇത് മൊത്തം ചുറ്റി കണ്ടിട്ടുള്ളൂ, ഒരു പ്രാവശ്യം അങ്ങനെ കണ്ടിട്ടില്ല. ആ സമയത്ത് എൻ്റെ ഉപ്പച്ചയൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. സംഭവം ചിൽഡ്രൻസ് പാർക്കാണ്, കുട്ടികൾക്ക് മാത്രമുള്ളതാണ്. എങ്കിലും 3 മക്കളുടെ തള്ള എന്ന് വേണമെങ്കിൽ പറയാം ഇരുന്ന് ഊഞ്ഞാലാടിയത്. എൻ്റെ കൊച്ചു ചോദിച്ചിട്ട് പോലും അവള് കൊടുക്കാതിരുന്നിട്ടാണ് കേട്ടോ ആടുന്നത്. അപ്പോൾ മക്കൾക്കാണെങ്കിൽ ഈ ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ലുലു മാളിലൊക്കെ ചെന്ന അവസ്ഥയായിരുന്നു. ഏതിൽ കയറണം, ഏതെടുക്കണം, ഏതിലോട്ട് ഓടണം. അത് മാത്രമല്ല, നമ്മുടെ കണ്ണൊന്ന് മാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ വെറ്റുകൾ എങ്ങോട്ടാ പോണേന്ന് പോലും അറിയാൻ പാടില്ല. അതുകൊണ്ട് സദാ ഭയങ്കര അറ്റൻഷനിൽ നമ്മൾ നിൽക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങോട്ടാ ഇവർ പോണേന്ന് പറയാൻ പറ്റൂല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന സമയത്ത് നല്ല മെലഡിക് ആയിട്ടുള്ള സോങ് കേട്ടു. ഞാനും ഉമ്മായി ഇത്ര ഇതായിട്ട് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഈ 2 പിള്ളേരെ കണ്ടിട്ടാണ് കേട്ടോ. എനിക്ക് സംഭവം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, ഞാനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 2 അടി കൊടുത്തിട്ട് കൊണ്ടുവന്നതിനെ കാണുകയാണെങ്കിൽ. കാരണം എനിക്ക് പിള്ളേരൊക്കെ ഇങ്ങനെ കാണിക്കണം കാണുമ്പോൾ ഭയങ്കര പേടിയാണ്, അതെന്താണെന്നറിയൂല. അപ്പോൾ നമ്മൾ ആ ഒരു മെലോഡിക് സോങ് കേട്ടത് വാട്ടർ ഡാൻസിനാണ്. അപ്പം വലിയവർക്കായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു വാട്ടർ ഡാൻസ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു വാട്ടർ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് ചെന്നു. അപ്പോൾ എൻ്റെ ഉമ്മ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ആ വാട്ടർ ഡാൻസ് കണ്ടത്. നല്ല രസമായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ നേരത്തെ കണ്ടായതുകൊണ്ട് നമുക്ക് വലുതായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലെങ്കിലും ആ ഒരു സമയത്ത് മക്കൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇതേപോലുള്ള വാട്ടർ ഡാൻസുകളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് നേരത്തെ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇത്രയും ഒരു ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വന്ന് കണ്ട സമയത്ത്. ഇപ്പോൾ കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്കിപ്പോൾ സൈഡ് വ്യൂ ആണ് കിട്ടിയേക്കുന്നത്. ഇത് ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. കുറച്ച് ലോങ്ങിൽ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും അത് ആസ്വദിക്കാൻ പറ്റില്ല. കുറച്ച് നീങ്ങി നിന്ന് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിക്കൊക്കെ ഞാൻ ഒരു സൈഡിൽ നിന്ന് സംഭവം എടുത്തു. സൈഡ് വ്യൂവിനെക്കാട്ടിയും കുറച്ചും കൂടെ നല്ലത് ഫ്രണ്ട് വ്യൂ ആണ്. പിന്നെ നമുക്ക് സമയം കളയുക എന്നുള്ളത് ഇതിനകത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഇത് കണ്ടു നിൽക്കാനുള്ള ക്ഷമ ഉണ്ടാവുള്ളൂ മിക്കപ്പോഴും. ഇത് തീർന്നോടം വരെ ആരും അങ്ങനെ കണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ മക്കളെ തിരിച്ചു കൊണ്ടുവന്നിട്ട് അവർക്ക് ഈ ട്രംപോളിനില്ലേ, ഇത് കണ്ടു കഴിഞ്ഞാൽ 2 നല്ല ചാട്ടക്കാരാ. നല്ല ചാട്ടവും ഓട്ടവും ഉള്ള 2 കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ആ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട സാധനം, ആഷ് കളർ ഷർട്ട് ഇട്ട സാധനം, ഇതാണ് ഒന്ന് ഇത്താടെ മോന്, ഒന്ന് എൻ്റെ മോള്. 2 കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ജാലിയൻവാല ബാഗ് പോലെയും ടെററിസ്റ്റുകളുടെ നടക്കുന്ന പോലെയാണ് 2 കൂടെ. നേരി കണ്ട കീരിയും പാമ്പും അടിയും ബഹളവും ഒക്കെയാണ്. 2 പേരും തമ്മിൽ ഭയങ്കര സ്നേഹം കേട്ടോ. 2 പേർക്കും കണ്ടില്ലെങ്കിലും വിഷമവും കാര്യങ്ങളും ഒക്കെയാണ്. നേരത്തെ കുറേ വീഡിയോയിൽ പാത്തു അങ്ങനെ മിസ് ചെയ്യണേ എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടാവും. കണ്ടവർക്ക് എളുപ്പം പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ മക്കളെ കൊണ്ടുവന്ന് കുറേ സ്ഥലങ്ങളിലൊക്കെ കയറ്റി കൊണ്ടുപോകാന്നുള്ളതാണ്. അപ്പോൾ 3 എണ്ണം ഉണ്ട്. ഇത്താത്താടെ 2 എണ്ണവും പിന്നെ എൻ്റെ 1 എണ്ണം ഉണ്ട്. അങ്ങനെ അവരെ കയറ്റിയൊക്കെ ചെയ്തു. ഇതിനകത്താണെങ്കിൽ മെയിനായിട്ടും വലിയവരുടെ കയറിയേക്കുന്ന മൊത്തം എൻ്റെ നാത്തൂനും ഇത്താത്തയാണ്. ഇത് നോക്ക്, ഇതും എൻ്റെ കൊച്ചു എനിക്ക് ഊഞ്ഞാലാടണമെന്ന് പറഞ്ഞിട്ട് കയറ്റാതെ 2 കൂടെ ഇരുന്ന് ആടണതാണ് കേട്ടോ. ഒരുത്തൻ ഫോൺ വിളിക്കണം, ഒരുത്തിയാണെങ്കിൽ ഊഞ്ഞാലാടണം. അതിനുമുമ്പ് നിങ്ങൾ കണ്ടില്ലേ നേരത്തെ അവൾ ആ ഒരു ഒരു കുതിരയുടെ മണ്ട കയറിയിരിക്കണ കണ്ടില്ലേ. അങ്ങനെയാണ് സംഭവം. നാത്തൂനും കാര്യമൊക്കെ ആണെങ്കിലും വീട്ടിലെ ഇളയ മോളുടെ പോലെയാണ് കിടന്ന് കാണിക്കണത്, മാഷാഅല്ലാ. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ പോപ്കോണും കാര്യങ്ങളൊക്കെ മേടിച്ചു. എല്ലാം അവിടെ നിന്ന് ഒരു 9 മണി അവരടച്ച് ഇറങ്ങി പോകുന്നു പറഞ്ഞപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. പിന്നെ സർബത്തും അതേപോലെ എനിക്ക് ഇത്തിരി സർബത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ദാഹം വരുന്നു ഭയങ്കരമായിട്ട്. അപ്പോൾ ഞാൻ മെയിനായിട്ട് വെളിയിൽ പോയാൽ കുടിക്കണത് ഒരു ഉപ്പ് സോഡ അല്ലെങ്കിൽ സർബത്ത്. അത് കസകസൊക്കെ ഇട്ട സർബത്താണെങ്കിൽ ഭയങ്കര ഇഷ്ടം. കുറച്ച് നിറഞ്ഞിട്ട് കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ തൃപ്തി. എനിക്ക് എന്താണെന്നറിയില്ല, വേറെ എന്ത് കുടിച്ചില്ലെങ്കിലും ആ ഒരു സംഭവം കുടിക്കുമ്പോൾ വല്ലാത്തൊരു റിഫ്രഷ്മെൻ്റ് ആണ്. ഞാൻ വെളിയിൽ പോയാൽ മെയിനായിട്ട് മേടിച്ച് കുടിക്കുന്ന സംഭവം അതാണ് കേട്ടോ. പിന്നെ അല്ലെങ്കിൽ പൈനാപ്പിൾ ജ്യൂസ് അല്ലെങ്കിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ അന്നത്തെ ദിവസം വെളിയിൽ നിന്നായിരുന്നു ഫുഡ്. നേരെ വന്ന് നമ്മൾ അൽബേക്കിൽ കയറിയിട്ട് ബ്രോസ്റ്റഡും ഒക്കെ കഴിച്ചു. പിന്നെ വേറെ പണികളൊന്നും ഇല്ലായിരുന്നു. നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.